കഴിഞ്ഞ ക്ലാസ്സില് സംഖ്യാശ്രേണികളും അതിന്റെ ബീജഗണിത രൂപവും ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സംഖ്യാശ്രേണിയെ ബീജഗണിത രൂപത്തിലേക്ക് മാറ്റുക. ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു സമാന്തര ശ്രേണിയെ എങ്ങനെയാണ് ബീജഗണിത രൂപത്തിലേക്ക് മാറ്റുക. സമാന്തര ശ്രേണിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? ഏതായാലും നമുക്കൊരു സമാന്തര ശ്രേണിയിൽ നിന്ന് തുടങ്ങാം. 19, 28, 37 ഇങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണി. എന്താ വേണ്ടത്? അതിനെ ബീജഗണിത രൂപത്തിലേക്ക് മാറ്റാം. സമാന്തര ശ്രേണിയാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? അതിനൊരു പൊതുവ്യത്യാസമുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പൊതുവ്യത്യാസം എന്താണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? എത്രയാ പറയാൻ പറ്റുമോ? എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറക്കുക, അല്ലെങ്കിൽ മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറക്കുക. എങ്ങനെയാണെങ്കിലും ഉത്തരം ഒന്നായിരിക്കും, ഒരു സംഖ്യ ആയിരിക്കും അല്ലെ? 28 നിന്ന് 19 കുറച്ച് എത്രയാണ്? അതായത് ഡി 9 ആണ്. 37 നിന്ന് 28 കുറച്ചാൽ കിട്ടുന്നത് 9 തന്നെ. അതവിടെ നിൽക്കട്ടെ. എന്താ വേണ്ടി? അത് ഇതിന്റെ ബീജഗണിത രൂപമാണ്. അപ്പൊ ഇത് ഒന്നാമത്തെ പദം, ഇത് രണ്ടാമത്തെ പദം, ഇത് മൂന്നാമത്തെ പദം, ഇങ്ങനെ പോകും അല്ലെ? ഈ പദങ്ങളുടെ സ്ഥാനം 1, 2, 3 എന്ന് പറയുന്നത് പദങ്ങളുടെ സ്ഥാനം. പദങ്ങളുടെ സ്ഥാനവും ഈ പദങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ബീജഗണിത രൂപം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പദം എന്താ? അത് 19 തന്നെ. രണ്ടാമത്തെ പദം 28, അത് 19 പ്ലസ് 9 ആണ്. ഒന്നാമത്തത് 19, രണ്ടാമത്തത് 19 പ്ലസ് 9. മൂന്നാമത്തെ പദം എന്താ? 19 പ്ലസ് 2 9. 19ഉം 18 കൂടെ കൂട്ടിയാൽ 37 കിട്ടും അല്ലെ? ഈ ഒന്നാമത്തെ പദത്തിനോട് 18 കൂട്ടിയാൽ 37 കിട്ടും. 19 പറയാ, അത് 2 ഗുണിക്കണം 9 ആണ്. മൂന്നാമത്തെ പദമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നാലാമത്തെ പദം എന്താണ്? ഇതേ ക്രമത്തിൽ പോകുമ്പോ 19 പ്ലസ് 3 9 ആണ് അല്ലേ? ഇത് രണ്ടാമത്തെ പദം, ഇത് മൂന്നാമത്തെ പദം, ഇത് നാലാമത്തെ. ഇനി നമുക്ക് നാലാമത്തെ പദം കിട്ടി. എന്ത് പദം അല്ലെ? n ആണെങ്കിലും എങ്ങനെ കാണും? ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ മതി അല്ലെ? ഇതിലെല്ലാത്തിലും എന്തുണ്ട്? 19 ഉണ്ട്. ഇവിടെ 19, 19, 19, 19. അപ്പൊ നമ്മള് എന്ത് ടേം എന്ന് പറയുന്നത് 19 പ്ലസ് പിന്നെന്താ? ഇവിടെ 1 9, 2 9, 3 9. സ്ഥാനവുമായി ബന്ധപ്പെട്ട് 4 3 ആയി, 3 2 ആയി, 2 1 ആയി. 2ൽ നിന്ന് 1 കുറച്ചാൽ 1, 3ൽ നിന്ന് 1 കുറച്ചാൽ 2, 4ൽ നിന്ന് 1 കുറച്ചാൽ 3. അപ്പൊ എന്നാണെങ്കിലോ അത് എന്നിൽ നിന്ന് 1 കുറക്കുക, എന്നിട്ട് 9 കൊണ്ട് ഗുണിക്കുക. ഇതാണ് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. ഇതിന് നമുക്കൊന്നും കൂടി വിപുലമാക്കാം. 19 പ്ലസ് n-1 ഇൻറ്റു 9 ആണ്. 19 പ്ലസ് 9n മൈനസ് 9 ഗുണിക്കണം 1. 19 മൈനസ് 9 എത്രയാ? 10 പ്ലസ് 9n. തിരിച്ചിടാൻ പോകണം. ഇതിനെ ഒന്ന് തിരിച്ചിടാൻ പോവാണ്. അത് എന്താണ്? 9n പ്ലസ് 10. ആദ്യ അക്ഷരമുള്ള സംഖ്യ വന്നോട്ടെ. അപ്പോ 19, 28, 37 എന്ന ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് എന്ത്? 9n പ്ലസ് 10. ക്ലിയർ? ഇനി നമുക്ക് മറ്റൊരു സമാന്തര ശ്രേണിയും അതിനെ എങ്ങനെയാണ് ബീജഗണിത രൂപമാക്കി മാറ്റുക എന്നത് നോക്കാം. 1/2, 3/4, 1. ഇതാണ് സമാന്തര ശ്രേണി. നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ സംഖ്യകളല്ല, ഇവിടെ ഭിന്ന സംഖ്യകളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ആകട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനൊരു സമാന്തര ശ്രേണി തന്നാൽ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണ്? ഇതിന്റെ പൊതുവ്യത്യാസം കാണണം.
പൊതുവ്യത്യാസം എങ്ങനെ കാണും? ഇതിൽ നിന്ന് ഇത് കുറക്കണം, ഇതിൽ നിന്ന് ഇത് കുറക്കണം. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറക്കുക, അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറക്കുക, അങ്ങനെ ചെയ്താൽ മതി. അപ്പോ മലക്കണക്കേക്ക് പറയാൻ പറ്റൂലേ? 3/4 എന്ന് പറയുന്നത് മുക്കാൽ അല്ലെ? മുക്കാലിൽ നിന്ന് അര കുറക്കുന്നു, എത്ര കിട്ടും? 1/4 കിട്ടും. അതായത് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 1/4. ഓക്കെ, അത് കിട്ടി. ഇനി ഇത് ഒന്നാമത്തെ പദം, ഇത് രണ്ടാമത്തെ പദം, ഇത് മൂന്നാമത്തെ പദം. നാലാമത്തെ പദം എന്തായിരിക്കും? ഒന്നിന്റെ കൂടെ 1/4 കൂട്ടുക അല്ലെ? അത് 1/4 ആയിരിക്കും. പിന്നെ 1/2 അങ്ങനെ പോകും. നാലാമത്തെ പദം. ഇതിപ്പോ നാലാമത്തെ പദം നമ്മൾ ഇതിന്റെ പൊതുവ്യത്യാസം കണ്ടിട്ട് നമ്മൾ കണ്ടുപിടിച്ചാണ്. ഓക്കെ, ഇനി ഈ സ്ഥാനവും ഇതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കണം അല്ലെ? അപ്പൊ എന്താണ് ഇത്? 1/2. ഇതോ 1/2ന്റെ കൂടെ എന്ത് കൂട്ടി? ഒരു 1/4 കൂട്ടി. ഇതാണ് രണ്ടാമത്തെ പദം. മൂന്നാമത്തെ പദം എത്രയാ? 1. അതെങ്ങനെ കിട്ടിയത്? ഈ 1/2നോട് 1/2 കൂട്ടി, അരയോട് അര കൂട്ടിയതാണല്ലോ. അര എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4ന്റെ ഇരട്ടിയാണ് അല്ലേ? അപ്പൊ 2 ഗുണിക്കണം 1/4. ഇതെന്താണ്? അരയോട് മുക്കാൽ കൂട്ടി, അതായത് 3/4 കൂട്ടി അല്ലേ? അപ്പൊ എന്താണ്? 3 1/2നോട് എന്ത് കൂട്ടി? 3 1/4 കൂട്ടി. 1/4 പറഞ്ഞാൽ പൊതുവ്യത്യാസം. അപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ കണ്ടു തന്നെയാണ്. എന്താണ്? പിന്നെ രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് ഒരു 1/4. മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് 2 1/4. ഇത് മൂന്നാമത്തെ പദം, ഇത് 4. അതായത് 4ൽ നിന്ന് 1 കുറക്കുന്നു, 3ൽ നിന്ന് 1 കുറക്കുന്നു, 2ൽ നിന്ന് 1 കുറക്കുന്നു. അപ്പോ ഇതേ സ്ഥാനത്ത് എന്നാണ് വരുന്നതെങ്കിൽ എന്ത് വരും? 1/2 പ്ലസ് ഇൻറ്റു 1/4 സമം വരും 1/2 പ്ലസ് 1/4n മൈനസ് 1/4. ഇതെങ്ങനെ കിട്ടിയത്? 1/2 ഇവിടെ ഉണ്ട്. 1/4ന്റെ കൂടെ n ഗുണിക്കണം, അപ്പൊ 1/4n കിട്ടും. മൈനസ് എന്താണ്? 1/4 ഗുണിക്കണം 1. അതാണ് ഇത്. ഇനി നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? 1/2 മൈനസ് 1/4 പ്ലസ് 1/4n. ഒന്നേ ബൈ 1/4 കുറച്ച് എത്രയാണ്? 1/4 തന്നെ പ്ലസ് 1/4 n. തിരിച്ചിടുമ്പോൾ 1/4 n പ്ലസ് 1/4. ഇത് വേണമെങ്കിൽ സാമാന്യവൽക്കരിക്കാം. സാമാന്യവൽക്കരിക്കുമ്പോൾ എന്ത് വരും? രണ്ടിലും എന്തുണ്ട്? 1/4 ഉണ്ട്. അപ്പൊ 1/4 ഇവിടെ എന്തുണ്ട്? n പ്ലസ് 1 എന്ന് എഴുതാം. ഇതിനെ ഒന്നുകൂടി ലഘൂകരിച്ച് എഴുതുമ്പോൾ ഈ ബീജഗണിത രൂപത്തെ ലഘൂകരിച്ച് എഴുതുമ്പോൾ 1/4 ഇൻറ്റു n+1 എന്ന രൂപത്തിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ രണ്ട് സമാന്തര ശ്രേണി അതിനെ ബീജഗണിത രൂപമാക്കി മാറ്റുന്നൊക്കെ മനസ്സിലാക്കി. ഒരു ഉദാഹരണം കൂടി നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എഫ്, പൊതുവ്യത്യാസം ഡി. എന്നാ പദം എന്താണ്? അങ്ങനെ പോവാം. സമാന്തര ശ്രേണി, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എഫ്, പൊതുവ്യത്യാസം ഡി. എന്നാം പദം എന്താണ്? അതാണ് ചോദിക്കുന്നത്. നമുക്ക് അതിന്റെ ഇതിന്റെ ഒരു സമാന്തര ശ്രേണി ഉണ്ടാക്കി നോക്കാം.
അപ്പൊ ആദ്യ പദം എഫ്, രണ്ടാം പദം അതിന്റെ കൂടെ ഒരു ഡി കൂട്ടണം. അടുത്തതോ രണ്ട് പൊതു വ്യത്യാസം കൂട്ടണം. അടുത്തതോ മൂന്ന് പൊതു വ്യത്യാസം കൂട്ടും അല്ലെ. മൂന്ന് പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 3 ഡി. ഇതിന് നമുക്ക് 2 ഡി എഴുതാം. അടുത്തതോ ഇതിന്റെ കൂടെ 4 ഡി. ഇങ്ങനെ ഇതാണ് സമാന്തര ശ്രേണി. ഇത് ഒന്നാം പദം, ഇത് രണ്ടാം പദം, ഇത് മൂന്നാം പദം, ഇത് നാലാം പദം, ഇത് അഞ്ചാം പദം. ഇങ്ങനെ പോവുകയാണ്. ഈ സ്ഥാനം തമ്മിലുള്ള ബന്ധം നോക്കിയാൽ മതി. 2 ആകുമ്പോ 1 ഡി, 3 ആകുമ്പോ 2 ഡി, കണ്ടില്ലേ 2 ഡി, 4 ആകുമ്പോ 3 ഡി, 5 ആകുമ്പോ 4 ഡി. നമ്മൾ നേരത്തെ 2 സമാന്തര ശ്രേണികൾ ചെയ്തല്ലോ. എന്താണത്? അത് n-1 ആണ്. അപ്പൊ ഇത് നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? എന്നാം പദമാണെങ്കിൽ എന്നാം സ്ഥാനത്ത് വരുന്നത് എന്താണ്? ആദ്യ പദം പ്ലസ് 3 എന്ന് പറയുന്നത് സ്ഥാനം എന്ന് പറയുന്നത് 2 ഡി ആണ്. അപ്പോ അത് 3 - 1 ആണ്. അങ്ങനെ വരുമ്പോൾ n-1 ഡി ആണ് ഇതിന്റെ എന്നാം പദം, അല്ലെങ്കിൽ ഇതിന്റെ ബീജഗണിത രൂപം. എന്നാം പദമാണ് ബീജഗണിത രൂപം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒന്നുകൂടെ വിപുലീകരിക്കാം. എഫ് പ്ലസ് ഡി എൻ, d into -1 മൈനസ് d. ഇതിനെ സ്ഥാനമൊക്കെ മാറ്റാം. നമുക്ക് ആദ്യം ഈ ഡി എൻ എഴുതാം. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എങ്ങനെ കിട്ടിയത് മനസ്സിലായില്ല? ഇതിന്റെ ഓരോ സ്റ്റെപ്പും അല്ലെ. പൊതുവ്യത്യാസം ആദ്യ പദം എഫ് ആണ്, പൊതുവ്യത്യാസം ഡി ആണ്, എന്നാം പദം കാണുന്നു. അപ്പൊ നമ്മൾ ആ സമാന്തര ശ്രേണി എഴുതി. ആദ്യത്തെ പദം എഫ്, രണ്ടാമത്തത് എഫ് പ്ലസ് ഡി, മൂന്നാമത്തത് എഫ് പ്ലസ് 2d, നാലാമത്തത് എഫ് പ്ലസ് 3d, അഞ്ചാമത്തത് 4d. ഈ സ്ഥാനം തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ സ്ഥാനത്തിൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്ന പൊതു വ്യത്യാസം 3d. അതിന്റെ പൊതു വ്യത്യാസം കൊണ്ട് ഗുണിക്കുക. 4ൽ നിന്ന് 1 കുറച്ച് 3, അതിന്റെ ഗുണിക്കണം പൊതു വ്യത്യാസം. അപ്പൊ നമ്മൾ എന്നാം പദം കാണുമ്പോൾ 4 പകരം n ആണെങ്കിൽ എഫ് പ്ലസ് 4 എഫ് പ്ലസ് n-1 ഡി. അതാണ് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത് എന്നാം പദം. അതിനെ നമ്മൾ വിപുലീകരിച്ചു. എഫ് ഇവിടെ ഉണ്ട്, ഡി ഇൻറ്റു എൻ ഡി എൻ, ഡി ഇൻറ്റു -1 മൈനസ് ഡി. ഇത് സ്ഥാനം മാറ്റിയതാണ്. ഡി എൻ ഇങ്ങോട്ടേക്ക് വന്നു, അതുപോലെ എഫ് മൈനസ് ഡി, എഫ് മൈനസ് ഡി അത് ഒരുമിച്ചാക്കി. ഇതാണ് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. ഇതിനെ നമുക്ക് ഒന്നുകൂടെ പൊതുവൽക്കരിക്കാം. അങ്ങനെ പൊതുവൽക്കരിക്കുമ്പോൾ ഡി എന്നിന് പകരം എ എൻ എന്ന് കൊടുക്കുന്നു, എഫ് മൈനസ് ഡിക്ക് പകരം ബി എന്ന് കൊടുക്കുന്നു. ഏതൊരു സമാന്തര ശ്രേണിയുടെയും പൊതുരൂപം എന്ന് പറയുന്നത്, അല്ലെ അതിന്റെ പൊതുവായ ബീജഗണിത രൂപം എന്ന് പറയുന്നത് ഇതാണ്, എ എൻ പ്ലസ് ബി. അത് ഓർമ്മിച്ച് വെക്കുക. ഇനി ഈ ആ ബീജഗണിത രൂപം വെച്ചിട്ടാണ് നമ്മൾ 1-2 കണക്കുകൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നന്നായി മനസ്സിലാവും. നോക്കാം. സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. എന്താ പറഞ്ഞത് നേരത്തെ? എ എൻ പ്ലസ് ബി. ഇതിൽ എ എന്ന് പറഞ്ഞത് എന്താണ്? അത് പൊതുവ്യത്യാസമാണ്. ബി എന്ന് പറയുന്നത്, എ ബി എന്ന് പറയുന്നത് ഏതെങ്കിലും 2 സംഖ്യകൾ നമുക്ക് എടുക്കാം. അതിൽ പക്ഷെ എ എന്ന് പറയുന്നത് എപ്പോഴും ആ സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസമാണ്. ഓക്കെ, ഇനി നമുക്ക് ചില കണക്കുകൾ ചെയ്തു നോക്കാം. ഒരു സമാന്തര ശ്രേണി, ആ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 1/2, പൊതു വ്യത്യാസം 1/3. ഇതിന്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. നമുക്കിവിടെ ബീജഗണിത രൂപത്തിന്റെ പൊതുരൂപം കിട്ടിയിട്ടുണ്ട്, എ എൻ പ്ലസ് ബി. എ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പൊതു വ്യത്യാസം എന്ന് പറഞ്ഞല്ലോ.
അപ്പൊ നമ്മള് ഈ രൂപത്തിലേക്ക് ഇതിനെ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? എ എൻ, എക്ക് പകരം ഇവിടെ ഡി, അതായത് 1/3 n പ്ലസ് ബി. ഇതാണ് ഇതിന്റെ പൊതുരൂപം. ഓക്കെ, എന്നിന്റെ വില നമ്മൾ 1 കൊടുക്കുന്നു, ഒന്നാം സ്ഥാനത്തെ പദം. ഇതിലെ ഒന്നാം സ്ഥാനത്തെ പദം എന്താണ്? 1/2 ആണ് ആദ്യ പദം, അല്ലെ? n എന്ന ഈ സ്ഥാനത്തിന് നമ്മൾ 1 കൊടുക്കുമ്പോൾ അതായത് ആദ്യ പദം എന്നാണ് അർത്ഥം. ആദ്യ പദം നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, അത് 1/2 ആണ്. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? 1/3 എന്നിന് പകരം 1 കൊടുക്കുന്നു. അപ്പൊ 1/3 വിളിക്കണം 1 എത്രയാണ്? 1/3 പ്ലസ് ബി സമം എന്താണ്? 1/2. ആദ്യ പദം എന്താണ്? 1/2 ആണ്. അപ്പൊ ബി എത്ര വരും? ബി എത്ര വരും? ഈ 1/2 നിന്ന് എന്ത് കുറക്കണം? 1/3 കുറക്കണം. എങ്ങനെ കുറക്കും? ഇതാ, ഇതിനെ ഗുണിക്കണം, ഇതിനെ ഗുണിക്കണം, ഇതിനെ ഗുണിക്കണം. ഭിന്നസംഖ്യ തമ്മിലുള്ള വ്യവകലനം എങ്ങനെയാണല്ലോ? 3 ഗുണിക്കണം 1 3 മൈനസ് 2 ഗുണിക്കണം 1 2 ബൈ 2 ഗുണിക്കണം 3 6. 3 മൈനസ് 2 എത്രയാണ്? 1 ബൈ 6. അപ്പൊ ബിയുടെ വില കിട്ടി, അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? 1/3 n പ്ലസ് ബിയുടെ വില എന്ത് കിട്ടി? 1/6. ഇത് നമുക്കൊന്ന് കൂട്ടി നോക്കാം, അല്ലെ? ഇതിനെ എന്താക്കി മാറ്റുക? 2/6 n പ്ലസ് 1/6. രണ്ടിലും എന്തുണ്ട്? പൊതുവായി 6 ഉണ്ട്. അപ്പം അംശം എന്താണ്? 2n പ്ലസ് 1/6. 2n പ്ലസ് 1/6 ആണ് ഈ പറഞ്ഞ ആദ്യ പദം 1/2 പൊതുവ്യത്യാസം 1/3 സമാന്തര ശ്രേണിയുടെ കൃത്യമായ ബീജഗണിത രൂപം. ഓക്കെ, മറ്റൊരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാം. ആദ്യ പദം 1/2, പൊതുവ്യത്യാസം 1/4. ഇതിന്റെ ബീജഗണിത രൂപമാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യ പദം തന്നു, പൊതുവ്യത്യാസം തന്നു. ബീജഗണിതത്തിന്റെ പൊതുരൂപം തന്നിട്ടുണ്ട് an പ്ലസ് ബി. ഇതില് നേരത്തെ പറഞ്ഞു a എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്. അപ്പൊ ഈ രൂപത്തിലേക്ക് ഇതിനെ മാറ്റി എഴുതുമ്പോൾ, ഇതിന്റെ ബീജഗണിത രൂപം മാറ്റി എഴുതുമ്പോൾ എക്ക് പകരം 1/4 n പ്ലസ് ബി മാറ്റി എഴുതി. ഇതിനെ ഇങ്ങോട്ടേക്ക് ഇതിന്റെ വില കൊടുത്ത് മാറ്റി എഴുതി. അതാണ് 1/4 n പ്ലസ് ബി. പക്ഷെ ഇതിൽ നമുക്ക് ബി അറിയില്ല. ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാൻ എന്താ വഴി? നേരത്തെ ചെയ്ത ഓർമ്മ ഉണ്ടല്ലോ, അല്ലെ? എന്നിന് പകരം എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അതായത് ഒന്നാം സ്ഥാനത്തെ സംഖ്യ. അതെന്താണ്? 1/2 ആണ്. എന്നിന് 1 എന്ന് വില കൊടുക്കുമ്പോൾ ഇതിന്റെ വില 1/2. അപ്പൊ ഇതിനെ മാറ്റി നമുക്ക് 1/4 ഗുണിക്കണം n 1 പ്ലസ് ബി. 1/4ന്റെ കൂടെ 1 കൊണ്ട് ഗുണിച്ചാല് അത് 1/4 തന്നെ. പ്ലസ് ബി സമം എന്താണ്? ഒന്നാമത്തെ പദം 1/2. ബിയുടെ വില എങ്ങനെ കാണും? ബി സമം ഈ 1/4 സമത്തിന്റെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പൊ 1/2 മൈനസ് 1/4, അതായത് 1/4. ബിയുടെ വില കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ബിയുടെ വില കൃത്യമായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. അതെന്താണ്? 1/4 കിട്ടി. അപ്പൊ ഇതിനെ മാറ്റി എഴുതുകയാണ് 1/4 n പ്ലസ് 1/4. ഇതിൽ രണ്ടിലും പൊതുവായിട്ട് എന്തുണ്ട്? 4 എന്ന ഛേദമുണ്ട്. 4 എന്ന ഛേദം ഉണ്ടാകുമ്പോൾ അംശം ബാക്കി എന്താ ഉള്ളത്? n പ്ലസ് 1. ഇതാണ് ഈ സമാന്തര ശ്രേണിയുടെ ശരിയായ ബീജഗണിത രൂപം, n പ്ലസ് 1/4. ഓക്കെ, വീണ്ടും ഒരു 2-3 ഉദാഹരണങ്ങൾ കൂടി പരിചയപ്പെടാം. ആദ്യം ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 12ഉം 12ാം പദം 8ഉമാണ് ബീജഗണിത രൂപം എന്താണ്? ആദ്യ പദം 1/3, പൊതുവ്യത്യാസം 1/6.
ആയ സമാന്തര ശ്രേണിയിലെ പദങ്ങളാണ് എല്ലാ എണ്ണൽ സംഖ്യകളും എന്ന് തെളിയിക്കുക. ഒന്നാമത്തെ ബീജഗണിത രൂപം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതില് 8ാം പദവും ആണ് തന്നിരിക്കുന്നത്. 8ാം പദവും 12ാം പദവും, ആദ്യ പദമല്ല തന്നിട്ടുള്ളത്. അപ്പൊ അത് വെച്ചാണ് നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം എഴുതാം. 8ാം പദം x8 എത്രയാണ്? 12. x12 12ാം പദം എത്രയാ? 8. അല്പം കടുപ്പുള്ള ചോദ്യമാണല്ലേ. ആദ്യ പദവും പൊതുവ്യത്യാസവും തന്നിട്ടില്ല. പക്ഷെ പൊതുവ്യത്യാസം കാണാലോ. ആദ്യം നമുക്ക് കണ്ടുപിടിക്കുന്നത് പൊതുവ്യത്യാസമാണ് അല്ലേ. ഇങ്ങനെ ഒരു ചോദ്യം തന്നാല് പൊതുവ്യത്യാസം കാണാൻ എന്താ വഴി? ആ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ അവയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിക്കുക. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 8 - 12. അതാണ് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതെത്രയാ? -4. സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 12 - 8 അല്ലേ? അതെത്രയാ? 4. അപ്പൊ പൊതു വ്യത്യാസം എങ്ങനെ കാണും? -4/4, അതായത് 1 -1. പൊതു വ്യത്യാസം കിട്ടി, ഡി കിട്ടി നമുക്ക്. -1 അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മള് ഒരു an + b ഈ രൂപത്തിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ a എന്ന് പറയുന്നത് എന്താണ്? പൊതുവ്യത്യാസമാണ്. അപ്പൊ -n + b. ഇവിടെ ഇപ്പൊ 8ാം പദമാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? നമുക്ക് 8 എന്ന് കൊടുക്കാം. അപ്പൊ -8 + b സമം ആ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ്? പദം എന്താണ്? 12. അപ്പൊ ബി എന്ത് വരും? ബി സമം ഈ -8 ഇങ്ങോട്ടേക്ക് വരും. 12 + 8 അതെത്രയാ? 20. ബി സമം 20. ഇനി നമുക്കിതിനെ ബീജഗണിത രൂപത്തിലേക്ക് മാറ്റി എഴുതാം. ബി 20 കിട്ടിയല്ലോ. an + b. a നമുക്ക് കിട്ടിയല്ലോ. എത്രയായിരുന്നു? പൊതു വ്യത്യാസമാണല്ലോ. അപ്പൊ -n + 20 ബി. ഇതാണ് ഇതിന്റെ ബീജഗണിത രൂപം. ഇതിനെ മാറ്റുമ്പോൾ നമുക്ക് ഈ മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവരാം. 20 - n. ചോദ്യം എന്താണ്? ബീജഗണിത രൂപം എന്താണ്? ഇതിന്റെ ബീജഗണിത രൂപമാണ് 20 - n. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആദ്യ പദം 1/3, പൊതുവ്യത്യാസം 1/6. ആദ്യ പദം 1/3, പൊതുവ്യത്യാസം 1/6 ആയ സമാന്തര ശ്രേണിയിലെ പദങ്ങളാണ് എല്ലാ എണ്ണൽ സംഖ്യകളും എന്ന് തെളിയിക്കുക. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ബീജഗണിത രൂപം തന്നെ കണ്ടുപിടിക്കാം. ബീജഗണിത രൂപം എന്ന് പറയുന്നത് an + b. a എന്ന് പറയുന്നത് പൊതുവ്യത്യാസം. അപ്പൊ 1/6n + b. ഇത് ആദ്യ പദമാണ് f1. അപ്പൊ നമുക്ക് എന്നിന് പകരം 1 എന്ന് കൊടുത്താൽ എന്ത് വരും? 1/6 + b സമം ഒന്നാം പദത്തെ 1/3. ഇനി നിന്ന് ബിയുടെ വില കണ്ടുപിടിക്കാം. ബിയുടെ വില കണ്ടുപിടിക്കാൻ എന്താ വഴി? ബി സമം 1/3 - 1/6. ഇവിടെ ഛേദം 6ആണ്, ഇവിടെ ഛേദം 3ആണ്. അപ്പൊ ഇതിനെ നമുക്ക് 6 ആക്കി മാറ്റാം. ഇത് 6 ആക്കി മാറ്റുമ്പോൾ 2 ആയി മാറും. അപ്പൊ 2 - 1 1. ഇതും ഛേദം 6 ആയി, ഇതും ഛേദം 6 ആയി. അപ്പൊ എന്ത് വന്നു? 1/6. അപ്പൊ ബി സമം 1/6. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? 1/6 n + 1/6. ഇതാണ് ഇതിന്റെ ബീജഗണിത രൂപം. ഇത് നമ്മൾ സാമാന്യവൽക്കരിക്കുമ്പോൾ രണ്ടിലും 6 ആണുള്ളത്. എന്ത് വരും? n + 1/6. ഇതാണ് ബീജഗണിത രൂപം. ഇനി എന്താ വേണ്ടത്? ഈ സമാന്തര ശ്രേണിയിലെ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയിക്കണം അല്ലേ. അതിന് എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാ? 1 2 3 4 5 6 ഇങ്ങനെ പോലോ. 1 കിട്ടണമെങ്കിൽ എന്നിന്റെ സ്ഥാനം എത്ര കൊടുക്കണം? 6/6 ആണല്ലോ 1. അപ്പൊ ഈ 1ന്റെ കൂടെ 5 കൂട്ടിയാൽ മതി.
അപ്പൊ n 5 ആണെങ്കിൽ എന്ത് വരും? 1 കിട്ടും. അതായത് ഈ സമാന്തര ശ്രേണിയിലെ അഞ്ചാമത്തെ പദം എന്താണ്? 1 ആണ്. അതുപോലെ 2 കിട്ടണമെങ്കിലോ ഈ 1ന്റെ കൂടെ 2 കിട്ടണമെങ്കിലോ 12/6 ആണ് 2. 12 കിട്ടാൻ എന്താ? ഈ 1ന്റെ കൂടെ 11 കൂട്ടിയാൽ മതി. 11 1 12 ആണ്. അതായത് ഈ സമാന്തര ശ്രേണിയിലെ 11ാം സ്ഥാനത്തെ അക്കം എന്താണ്? 2 ആണ്. അതുപോലെ 3 കിട്ടും. 17 + 1 18/6 3 കിട്ടും. 23 + 1 24/6 4 കിട്ടും. അതായത് 5ാം സ്ഥാനത്തെ അക്കം 11ാം സ്ഥാനത്തെ അക്കം 17, 5ാം സ്ഥാനത്തെ അക്കം 11ാം സ്ഥാനത്തെ അക്കം 17ാം സ്ഥാനത്തെ അക്കം 23ാം സ്ഥാനത്തെ അക്കം 29ാം സ്ഥാനത്തെ അക്കം, ഇങ്ങനത്തെ ഈ സ്ഥാനങ്ങളിലുള്ള അക്കങ്ങളൊക്കെ 1 2 3 4 5 6 7 ഈ ക്രമത്തിലെ എണ്ണൽ സംഖ്യകളാണ്. ഓക്കെ, ഒരു സമാന്തര ശ്രേണിയെ എങ്ങനെയാണ് ബീജഗണിത രൂപത്തിലേക്ക് മാറ്റി എഴുതുക, അതിന്റെ പൊതുരൂപം എന്താണ്, അതുപോലെ ഒരു ബീജഗണിത രൂപത്തിൽ നിന്ന് എങ്ങനെയാണ് സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഈ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇതിന്റെ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാനുള്ള മാർഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.